CPM-നോടുള്ള നീരസം തുടരുകയാണ് ഇ.പി. ജയരാജൻ. പയ്യാമ്പലത്ത് നടന്ന അഴീക്കോടൻ രാഘവ അനുസ്മരണ പരിപാടിയിൽ, അതായത് പി ജയരാജൻ ഇപ്പോൾ സംസാരിച്ച അതേ വേദിയിൽ ഇ.പി. ജയരാജൻ സംസാരിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇ.പി. ജയരാജൻ പങ്കെടുക്കുമെന്ന് ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നുവെങ്കിലും ഇ.പി. ജയരാജൻ പങ്കെടുത്തില്ല. അതിന് കാരണമായി ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത് എം ലോറൻസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എറണാകുളത്തേക്ക് പോകുന്നുവെന്നാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം ഇ.പി. ഇതുവരെയും ഒരു പാർട്ടിയിലും എത്തിയിട്ടില്ല. 23 ദിവസമായി എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ അഴീക്കോടൻ സ്മാരക പരിപാടിയിൽ പങ്കെടുക്കാതെ എം ലോറൻസിനെ കാണാൻ പോയത് തീർച്ചയായും ഒരു പാർട്ടി പ്ലാറ്റ്ഫോമിൽ താൻ ഇപ്പോൾ വരുന്നില്ല എന്ന നിലപാടിന്റെ തുടർച്ചയായി മാത്രമേ കാണാൻ സാധിക്കൂ. നമുക്കിപ്പം അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, വിശദീകരണത്തിന് വേണ്ടി എം ലോറൻസിനെ കാണാൻ പോയി എന്ന് പറയാമെങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം ഉള്ള സെക്രട്ടറി, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ.പി. ജയരാജനെ പാർട്ടി ഏൽപ്പിച്ചത് എം ലോറൻസിനെ കാണാൻ പോകാനുള്ള ഉത്തരവാദിത്വമല്ല, പകരം അഴീക്കോടൻ സ്മാരക പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ പാർട്ടിയുടെ നിർദ്ദേശത്തെ മറികടന്നാണ് എം ലോറൻസിനെ കാണാൻ പോയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലേ അർജുൻ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 9 ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ഇ.പി. ജയരാജൻ സംബന്ധിക്കുമെന്നുള്ള ഒരു അറിയിപ്പ് ജില്ലാ കമ്മിറ്റി നൽകിയിരുന്നു. പത്രക്കുറിപ്പിൽ ഉൾപ്പെടെ ഇ.പി. ജയരാജൻ്റെ പേര് ഉൾപ്പെടുത്തിയാണ് ജില്ലാ കമ്മിറ്റി അറിയിപ്പ് നൽകിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയിലും ഇ.പി. ജയരാജൻ പങ്കെടുക്കുമെന്നുള്ള ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ് 2 ദിവസം മുൻപാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.പി. ജയരാജൻ പങ്കെടുക്കുമെന്നാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്നാണ് എം ലോറൻസിൻ്റെ നിര്യാണം സംഭവിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ എറണാകുളത്തേക്ക് പോകുന്നുവെന്ന വിശദീകരണമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നത്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാരണം അതൊന്നുമല്ല എന്നുള്ളത് ഇ.പി.യെയും അതുപോലെ തന്നെ ഇടത് രാഷ്ട്രീയത്തെയും സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. കാരണം LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറിയതിന് ശേഷം കഴിഞ്ഞ 23 ദിവസമായി അദ്ദേഹം പാർട്ടി വേദികളിലേക്ക് എത്തിയിട്ടേ ഇല്ല. അദ്ദേഹം സീതാറാം യെച്ചൂരിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്, എം ലോറൻസിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പാർട്ടി നിശ്ചയിക്കുന്ന പരിപാടികളിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അതിന് ഓരോ കാരണങ്ങൾ പറയാനുണ്ട്. അതായത് ആരോഗ്യപരമായ കാരണങ്ങൾ, ആയുർവേദ ചികിത്സ, അതിന് പുറമെ വളരെ വേണ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടപ്പോൾ അവിടത്തേക്ക് പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരണമായി നൽകുന്നുണ്ട്. പാർട്ടിയും ആ വിശദീകരണം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി 23 ദിവസമായി CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ.പി. ജയരാജൻ രാഷ്ട്രീയ വേദികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടതുവേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുവെന്നത് അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയപരം മുൻപ് അദ്ദേഹം ഒരുപാട് തവണ താനൊരു റിട്ടയർമെൻറ്റ് ജീവിതം ആഗ്രഹിക്കുന്നു, പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ പുസ്തകമൊക്കെ ആത്മകഥ ഉൾപ്പെടെ തയ്യാറാവുന്നു എന്നുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചതുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ വിരമിക്കൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടോ, മനസ്സിലെങ്കിലും അദ്ദേഹത്തിലുള്ള അങ്ങനെ ഒരു താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ഇ.പി. ജയരാജന് മാത്രമേ വ്യക്തത വരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ ഈ CPM-ൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം 23 ദിവസമായി ഒരു പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു എന്നത് രാഷ്ട്രീയപരമായി ഒരു ശ്രദ്ധേയമായ കാര്യമായി മാറുകയാണ്. അദ്ദേഹം എന്തായാലും ഇന്നിപ്പോൾ എറണാകുളത്ത് എം ലോറൻസിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് വന്ദേഭാരതിൽ തിരിച്ചിട്ടുണ്ട്. 11:45 എറണാകുളത്തേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹം ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടി അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയാണ്. അവിടത്തേക്ക് ഇ.പി. ജയരാജൻ സ്വാഭാവികമായും പറയുക, എം ലോറൻസ് അത്രമേൽ തന്നെ സ്വാധീനിച്ച രാഷ്ട്രീയ വ്യക്തിത്വമാണ്. CPM എന്ന പ്രസ്ഥാനത്തിന്, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ സഖാവിൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ താൻ പോയി എന്ന് ഇ.പി. ജയരാജനെ വിശദീകരിക്കാവുന്നതേ ഉള്ളൂ.